മീറ്റിംഗിൽ സംസാരിക്കുകയും അവരുടെ തുടർ പഠനം സാധ്യത ഇല്ലാതാക്കാനുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ കൗൺസിൽ എടുത്തിരിക്കുന്നത്. ആ തീരുമാനം കൗൺസിലിൻ്റെ പ്രധാനിയായ പ്രസിഡൻറ്റിനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കൗൺസിൽ തീരുമാനം. കാരണം കോട്ടയത്ത് നടന്ന റാഗിങ് ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ ഞങ്ങൾ ഒരു കാലത്തും ന്യായീകരിക്കില്ല. അത്തരം ആൾക്കാർ നേഴ്സിംഗ് മേഖലയ്ക്ക് കടന്നു വരുന്നത് നേഴ്സിംഗ് മേഖലയ്ക്ക് ഒരു ദുരന്തമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇതൊരു സേവന മേഖലയും കൂടിയാണ്. ആ സേവന മേഖലയിൽ മനുഷ്യത്വവും ഔദാര്യമൊക്കെ ഉള്ളവരാണ് കടന്നു വരേണ്ടത്. ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർ ഒരിക്കലും അതിന് അർഹരല്ല. അതുകൊണ്ട് തന്നെ അവരുടെ തുടർ പഠന സാധ്യത ഇല്ലാതാക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്ന് കൂടിയ നേഴ്സിംഗ് കൗൺസിൽ എടുത്തിട്ടുള്ളത്. ആ തീരുമാനം പ്രസിഡന്റ് ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ടതായിരിക്കും. തുടർ പഠനം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണല്ലോ രജിസ്ട്രേഷനും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൊടുക്കാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ ഇല്ലാതെയാക്കിയത്. അത്ര രജിസ്ട്രേഷൻ ആയില്ലല്ലോ. അവർ പഠിക്കണം, അവരെ പരീക്ഷയാണല്ലോ, അതൊക്കെ നമ്മളാണല്ലോ നടത്തുന്നത്. അങ്ങനെ പരീക്ഷ നടത്തി വീണ്ടും അവരെ പഠിക്കാൻ ഞങ്ങൾ തുടരാൻ അനുവദിക്കണമല്ലോ. അതായത് ഈ കുട്ടികൾ തേർഡ് ഇയേഴ്സാണ്, അവരുടെ പരീക്ഷയാണ് ഉടനെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി അവർ പരീക്ഷ എഴുതാനുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ പരീക്ഷ അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഹാൾ ടിക്കറ്റ് കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഫെബ്രുവരിയോടുകൂടി പരീക്ഷ വരാനുള്ളതാണ് ഈ മാസം. അപ്പോൾ ഹാൾ ടിക്കറ്റ് കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ തടയാനും അവരുടെ തുടർ പഠനം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ തുടർ പഠനത്തിൽ മുന്നോട്ട് പോകണ്ട എന്ന് കോളേജിൻ്റെ അധികൃതർ, പ്രിൻസിപ്പൾ ഇപ്പോൾ സസ്പെൻഷനിലാണ്. അപ്പോൾ കോളേജിൻ്റെ അധികൃതരെ അത് ഉടൻ തന്നെ അറിയിക്കാൻ സെക്രട്ടറി ചുമതലപ്പെടുത്തി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് അവരുടെ പഠനം നിർത്താനാണ് തീരുമാനം. ഇല്ല, കൗൺസിലാണ് ഇവരെ, അതായത് കേരളത്തിലെ GNM പഠിക്കുന്ന കുട്ടികളുടെ ബോർഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലാണ്. ഒരു കുട്ടി കേരളത്തിൽ GNM പഠിക്കണമെങ്കിൽ അത് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രിയിൽ ഉണ്ടാവണം. അപ്പോൾ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ നിലവിലെ രജിസ്ട്രിയിൽ നിന്ന് നീക്കാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഇനി എന്തായാലും ആ കുട്ടികൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇത് കേരളത്തിൽ പഠിച്ച കുട്ടി വേറൊരിടത്തും പോയി കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവരുടെ പഠന സാധ്യത നമ്മൾ തൽക്കാലം ക്യാപ്റ്റൻ അബൈൻസ് വയ്ക്കുകയാണ്. ഇനി ഒരു ഇപ്പോൾ കേസ് കോടതിയിലൊക്കെ പോകും. കോടതിയിൽ തീരുമാനമൊക്കെ വരുന്നതിന് മുടക്കി മാത്രമേ ഇനി അതിലൊരു പുനർചിന്ത ഉണ്ടാവുകയുള്ളൂ. ഇല്ല, ഈ പല കോളേജുകളിൽ നിന്നും പല സ്കൂളുകളിൽ നിന്നും ഇത്തരത്തിൽ പരാതി വരാണ്ട് ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 2 കൊല്ലം മുമ്പ് ഇത്തരത്തിലൊരു പരാതി വന്നിരുന്നു. അന്ന് അതിൽ ഇടപെട്ടിരുന്നു. ആ പരാതിയിന്മേൽ നമ്മളന്ന് നടപടി എടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ആ പരാതിയും കൂടെ വെച്ചുകൊണ്ട് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ട് റിപ്പോർട്ട് പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട്. അത് അടുത്ത കൗൺസിലിൽ അത് പരിശോധിക്കും. ഇപ്പോൾ ഇതായിട്ടാണ് മുന്നോട്ട് പോകാൻ തീരുമാനം. ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ഞങ്ങൾ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് അധികാരമുള്ളത്. അത് സർക്കാരിൻ്റെ മേഖലയാണ്. കാരണം സർക്കാർ ജീവനക്കാരാണ് അവർ. കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന FIRൽ പേരുള്ള കുട്ടികളുടെ തുടർ പഠനം നിർത്തിവെക്കാനാണ് കൗൺസിലിൻ്റെ തീരുമാനം. അല്ല, ഇത് പരിശോധന നടക്കുന്ന സമയമല്ല. വരുന്ന പരാതികൾ നമ്മൾ കൃത്യമായി കേൾക്കുന്നുണ്ട്. നമ്മളുടെ അടുത്തേക്ക് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പരാതികൾ കുറവാണ്. അതിനി അടുത്തൊരു ഇൻസ്പെക്ഷനോട് കൂടിയാണ് ഈ പരാതികൾ ഇനി കൂടുതൽ വരാൻ സാധ്യത. അപ്പോൾ ഇതുവരെ വന്ന പരാതികൾ ഞാൻ പറഞ്ഞല്ലോ, ഇതേ സ്ഥാപനത്തിൽ പല സ്ഥാപനത്തിൽ നിന്ന് പല പരാതികൾ വരാറുണ്ട്. ഇതേ സ്ഥാപനത്തിൽ നിന്ന് 2 കൊല്ലം മുമ്പ് ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതി അന്ന് ഇടപെട്ടിരുന്നു. ഇപ്പോൾ നിലവിൽ നമ്മുടെ അടുത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം നടന്നു എന്നുള്ള അറിഞ്ഞപ്പോൾ തന്നെ കൗൺസിൽ അവിടുത്തെ അന്ന് എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പൽ, ഞാൻ കൗൺസിലിൽ അറിയിച്ചതനുസരിച്ച് പ്രിൻസിപ്പൽ ആ ദിവസം ലീവായിരുന്നു, 11-ാം തീയതിയോ മറ്റോ. അന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചാർജിനോട് കൗൺസിൽ റിപ്പോർട്ട് മേടിച്ചിരുന്നു. ആ റിപ്പോർട്ട് കൗൺസിലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഇത്തരത്തിലുള്ള നടപടി. അല്ല കൗൺസിൽ ഇൻസ്പെക്ഷൻസിൻ്റെ കാര്യമാണ് എനിക്ക് തോന്നുന്നു ചോദ്യം വരുന്നതെന്ന് തോന്നുന്നു. കൗൺസിൽ ഇൻസ്പെക്ഷൻ വേറൊരു വിഷയമാണ്. ഇത് റാഗിങ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ ആ കുട്ടികളോട് കാണിച്ച ക്രൂരതയ്ക്ക് നമ്മൾ കൗൺസിൽ അതിൽ ഇടപെടുകയും ഈ 2 കുട്ടികൾ, ഈ റാഗിന് ഇരയാക്കപ്പെട്ട കുട്ടികളും റാഗിങ് ചെയ്ത കുട്ടികൾ 2 പേരും കൗൺസിലിൻ്റെ രജിസ്റ്ററിലുള്ള കുട്ടികൾ, രജിസ്റ്റർ മീൻസ് സ്റ്റുഡൻസ് ആണ്, ഞങ്ങളുടെ രജിസ്റ്ററിലെ കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാധിക്കപ്പെട്ട കുട്ടികൾക്ക് നീതി വേണമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തത്. ഇല്ല, ഇപ്പോൾ പ്രതികളായവർക്കെതിരെ പരാതി ഈ പേരുകൾ അതിനകത്ത് കാണുന്നില്ല. അന്നൊരു ഇവരുടെ ഈ ഹോസ്റ്റൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നതനുസരിച്ച് BSCയും GNM സ്റ്റുഡൻസും കൂടെ അടങ്ങുന്ന ഹോസ്റ്റലാണ്. അപ്പോൾ ഈ കുട്ടികൾ തമ്മിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് അന്ന് പരാതി വന്നിരുന്നത്. അന്നൊരു മാസ് കംപ്ലയിൻറ്റിൻ്റെ രൂപത്തിലായിരുന്നു അത് വന്നിരുന്നത്. അന്ന് ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. പക്ഷേ അന്ന് ഞങ്ങളിൽ 2 പേര് തന്നെ അവിടെ പോയി സംസാരിച്ചിരുന്നതാണ്. അന്ന് ഇത്തരത്തിലൊരു റാഗിങ് പരാതികൾ വേറെ പല സ്ഥാപനങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ടോ, അതിനനുസരിച്ച് നടപടികൾ എടുക്കുന്നുണ്ടെങ്കിലും ഈ പർട്ടിക്കുലർ സ്ഥാപനത്തിൽ നിന്ന് അങ്ങനത്തെ അന്ന് ആ റാഗിങ് പരാതി എന്ന് പറഞ്ഞ പരാതി ഉണ്ടായത്. അത് വേറൊരു പരാതിയുമായി ബന്ധപ്പെട്ടാണ്. ചർച്ചയിൽ എല്ലാവരും പറയാറുണ്ടല്ലോ, 80കളിൽ KGSNA രൂപീകരിച്ച് 44 കൊല്ലമായി. KGSNA എന്ന് പറഞ്ഞ സംഘടനയിൽ ഇത്ര ക്രൂരമായൊരു റാഗിങ് കുട്ടികൾ ഇതുവരെ നടത്തിയിട്ടില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഒരു സംഭവം. എനിക്കിത് എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ
SFI ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് ഈ സംഘടന. CPM ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് ഈ സംഘടന. KGSN എന്ന് പറയുന്ന സംഘടന, അതും കൂടി പറയാനുണ്ട്. SFI ആയിട്ട് യാതൊരു തരത്തിലും ബന്ധമില്ലാത്തൊരു സംഘടനയാണ് എന്നുള്ളത് ഒരു എന്താ പറയുക, നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുകയാണ്. കാരണം ഞാൻ ഇതിൻ്റെ സാരഥിയായിരുന്നു, 4 കൊല്ലത്തോളം ഇതിൻ്റെ സാരഥിയായിരുന്നു. അത് KGNയുടെ മാതൃസംഘടനയുടെ സാരഥിയായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ കുട്ടികൾ നമ്മുടെ മന്ത്രിമാരൊക്കെ ആകുമ്പോൾ അവരെ ആ സമ്മേളനത്തിനൊക്കെ വിളിക്കും, അത് സ്വാഭാവികമാണ്. ഇതിൽ രാഷ്ട്രീയം കൊണ്ടുവന്നുകൊണ്ട് CPM ആണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ദയവ് ചെയ്ത് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.